കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വക്കീല് പൊന്നുമടത്തി വന്ന വിൽപത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർക്കുള്ള വീരത്തെക്കുറിച്ചെല്ലാം വായിച്ചു. പിന്നീട് വക്കീല് പറഞ്ഞു, ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, ഇനിയിപ്പൊ എന്ത് നടത്തണമെങ്കിലും സേതുവിന്റെ ഒരു ഒപ്പ് വേണം. ഈ കമ്പനി കാര്യത്തിനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ സേതുവിന്റെ ഒപ്പ് വേണമെന്ന് പറയാ. ഇത് കേട്ടതും ഋതുവിന്റെ പ്രതാപന്റെ ഒക്കെ മുഖം അങ്ങോട്ട് മാറി. ഇതെന്ത് കോപ്പിലെ വിൽപത്രം അവിടെ എഴുതി വെച്ചിരിക്കുന്നു ചോദിക്കുക. വക്കീല് പെട്ടെന്ന് പറഞ്ഞു, അതെ മരിക്കുന്നതിന് മുമ്പ് സേതു മാധവമേനൻ എഴുതി വെച്ച വിൽപത്രം അല്ലേന്ന് പറയാം. പ്രതാപൻ അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് വക്കീലോട് ഇത് മാത്രമല്ല വേറെ കുറെ കാര്യങ്ങളും കൂടെ എഴുതി ചേർത്തിട്ടുണ്ട്, കുറെ നിബന്ധനകളും കൂടെ ഉണ്ടെന്ന് പറയണം. എന്ത് കുന്ത്രാണ്ടല്ലോ ആട്ടെ, വായിക്കാൻ പറയാണ്. ഈ സമയത്ത് വക്കീല് വായിച്ചു. കാരണം സേതു ഈ വീട്ടിൽ തന്നെ തുടരണം എന്റെ മരണശേഷം. കാരണം സേതു ഇവിടുത്തെ കാരണവരായിട്ട് ഈ വീട്ടിൽ തന്നെ ഉണ്ടാകണം. അതുകൂടാതെ 1 വർഷത്തിനുള്ളിൽ തന്നെ സേതു വിവാഹം കഴിക്കണം. അതോടൊപ്പം തന്നെ ഈ വിൽപത്രം വായിച്ച് 1 വർഷത്തിനുള്ളിൽ സേതു ഒരു ക്രിമിനൽ കേസുകളോ ഒരു കേസുകളിലോ പെടാൻ പാടുള്ളതല്ല. ഇതെല്ലാം സേതുമാധവന്റെ ഒരാഗ്രഹങ്ങളും കൂടെയാണ് ഇപ്പോൾ എഴുതി വെക്കുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് പ്രതാപനും ഋതുവിനൊക്കെ വല്ലാത്ത ദേഷ്യ സങ്കടമൊക്കെയാ വന്നേ. അവസാനം ഒരു വാക്കും കൂടെ ഉണ്ടായിരുന്നു. തന്റെ അനിയത്തിമാരുടെ കല്യാണം സേതു മുന്നിട്ട് നിന്ന് സേതു വേണം അതെല്ലാം നടത്തി കൊടുക്കാനെന്ന്. കൊള്ളാം, നല്ല കളിയായിപ്പോയി. ഇതോടെ കേട്ട് ഋതു പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഇതാണോ വിൽപത്രം? ഇങ്ങനെയാണോ വിൽപത്രം എഴുതുന്നതെന്ന് ചോദിക്കുക. പെട്ടെന്ന് പൂർണ്ണിമ ഋതു നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. പിന്നീട് കാണിക്കുന്ന സേതുമാനും ശ്രീഹരിയൊക്കെ പോവാണ്. അതിനുശേഷം പ്രതാപം വന്നിട്ട് പൂർണ്ണിമയോട് പറയാം, എന്ത് പരിപാടിയാ അളിയൻ എന്തായാലും കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെ കാണിച്ചു വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ ആണ്ടെ ചേച്ചിയും മക്കളും പെരുവഴി ആയിപ്പോയില്ലേന്ന് ചോദിക്കാം. അങ്ങനെ പറയരുത് പ്രതാപ, സേതുവേട്ടൻ അല്ല മാധവേട്ടൻ ഒരു നല്ല കാര്യം ഉദ്ദേശിച്ച് ചെയ്തല്ലേന്ന് ചോദിക്കുക. കുറിപ്പേട്ടൻ പറഞ്ഞ്, ശരിയാ മാധവൻ സാറ് ചെയ്ത ഒരു നല്ല കാര്യമെന്ന് പറയണം. നിങ്ങളായിരിക്കും ഇതിന് വഴി വെട്ടി കൊടുത്ത ആള്, അറിയാലോ. എല്ലാം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താലും നിങ്ങളായിരിക്കും അല്ലേന്ന് ചോദിക്കാം. എനിക്കറിയില്ല, എനിക്കിതിന് വിൽപത്രത്തെ കുറിച്ച് പോലും അറിയില്ലായിരുന്നു പറയാം. അല്ല പൂർണ്ണിമേച്ചിയുടെ മുഖത്ത് എന്താ ഒരു ടെൻഷൻ? മനസ്സിലായി, സ്വത്തുക്കൾ മൊത്തം അവന് കൊടുത്തതിന്റെ ആ വിഷമല്ലേന്ന് ചോദിക്കും. അതുകൊണ്ടൊന്നും അല്ല, ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും എന്നോട് മാധവേട്ടൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. സ്വത്തുക്കളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഒരു വിഷമവും ഇല്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് പ്രതാപം പറഞ്ഞു, പിന്നെ വിഷമമില്ല പോലും, സ്വന്തം മക്കൾ അനുഭവിക്കേണ്ട. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവനാണ് ഇവിടുത്തെ ഇനിയിപ്പൊ പ്രതാപം കിട്ടാനായിട്ട് പോകുന്നത്. നമ്മളൊക്കെ ആരാ, വെറും പുറംപോക്കികളായിട്ട് ഇവിടെ കാഴ്ചക്കാരായിട്ട് നിൽക്കേണ്ട വരുമെന്ന് പറയാ. ഇതോടെ കേട്ട് വെച്ചപ്പോ ഋതു പറഞ്ഞു, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഈ ഋതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാന്ന് പറഞ്ഞിട്ട് ഋതു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്നേ മിത്രനും ശ്രീഹരിയും കൂടെ സേതുവിനോട് പറഞ്ഞല്ല, നിനക്ക് അടിച്ചു കോളായി പോയല്ലോ, നീ രക്ഷപ്പെട്ട് പോയല്ലോടാന്ന് പറയാം. കോടീശ്വരനായി പോയില്ലേന്ന് പറയാം. ദേ മിത്രേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ആരാന്റെ സ്വത്ത് കണ്ട് മോഹിക്കുന്നവനൊന്നും അല്ലെന്ന് പറയാം. എടാ ഇത് ആരാന്റെ സ്വത്തല്ല, നിന്റെ അച്ഛന്റെ സ്വത്തല്ലേന്ന് ചോദിക്കുക. എനിക്ക് ആരുടെ സ്വത്തൊന്നും വേണ്ട. ഓ ഇതാ പറയുന്നേ, എറിയാൻ അറിയാവുന്നവന്റെ കൈ വടി കൊടുക്കില്ലെന്ന്. ദേ എനിക്കൊരു അച്ഛൻ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, സ്വത്തും പണമൊക്കെ തരുന്ന ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ദൈവമേ 2 കൈ നീട്ടി ഞാൻ അത് സ്വീകരിച്ചേനും. എനിക്കത് പോയിട്ട് ഒരു സാധനം പോലും കിട്ടിയില്ലെന്ന് പറയണം. പെട്ടെന്ന് ശ്രീഹരി പറഞ്ഞു, എന്റെ അവസ്ഥ അതൊക്കെ തന്നെ എന്റെ മിത്രേട്ടാന്ന് പറയാം. അതെന്ന് വെച്ച് നോക്കുമ്പോ സേതുവായിട്ട് ലോട്ടറി അല്ലേ അടിച്ചിരിക്കുന്നേ. അതെങ്ങനെയാ കിട്ടിയത് നല്ലവണ്ണം വിനിയോഗിക്കാൻ അറിയത്തില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം. സേതു പറഞ്ഞു, ഇനി ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും രണ്ടുപേരും സംസാരിച്ചു പോയേക്കില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോവാ. ഈ സമയത്ത് പല്ലവി അങ്ങോട്ട് വരുന്നേ. പല്ലവിനെ കണ്ടതും മിത്രം പറഞ്ഞു, ആഹാ വന്നല്ലോ എന്ന് പറയാണ്. ഈ സമയത്ത് പല്ലവി എന്നിട്ട് എന്തിയ സേതുവേട്ടൻ എന്തിയെന്ന് ചോദിക്കണം. ഇതേ അകത്തുണ്ട്, അങ്ങോട്ട് ചെല്ല. പണ്ടത്തെ സേതുവേട്ടനൊന്നും അല്ല, ഇപ്പൊ സേതു മുതലാളിയാന്ന് പറയാം. അതെന്താന്നോ, അതെ പൊന്നുമടത്തിലെ സ്വത്തുക്കൾ മുഴുവൻ ഇപ്പൊ എഴുതി കൊടുത്തിരിക്കുന്ന സേതുവേട്ടന്റെ പേരിലേക്കല്ലേന്ന് ശ്രീഹരി പറഞ്ഞു. ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യം തന്നെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാണെങ്കിൽ സ്വത്തും പണമൊന്നും വേണ്ടെന്ന് ഒരേ ഒരു വാശിയിലാന്ന് പറയാം. ശരി, ഞാനൊന്ന് സേതുവേട്ടനെ കണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം ശ്രീഹരി എവിടെ നിന്ന് കണക്ക് കൂട്ടുക. മിത്രം ചേച്ചി, നീ എന്താണ് കണക്ക് കൂട്ടുന്നേ? എന്റെ കണക്കുകൾ മൊത്തം തെറ്റിച്ചെന്ന് പറയണേ. എന്ത് കണക്കാ നിന്റെ തെറ്റിച്ചേ? എന്റെ ദൈവം, എന്നോട് എന്തിനാ ഇടയ്ക്ക് സംസാരിക്കാൻ വരുന്നേ? അല്ല ഞാനേ സേതുവേട്ടന്റെ കിട്ടാനുള്ള ആ സ്വത്തുക്കളെ കുറിച്ച് അതിനെക്കുറിച്ച് ലിസ്റ്റ് എടുത്താന്ന് പറയണം. എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് ഏകദേശം 1 രൂപ നമുക്കും ഉണ്ടല്ലോ, സേതുവേട്ടൻ പറഞ്ഞറിയാലോ എന്ന് പറയണം. അങ്ങനെ വരട്ടെ കാര്യങ്ങളല്ല, ഇപ്പൊ എങ്ങനെ വിനിയോഗിക്കുമെന്ന് അറിയത്തില്ല. ഈ കാറൊക്കെ മാറ്റിയിട്ട് പുതിയൊരു കാർ എടുക്കാൻ സേതുവേട്ടനോട് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ കുറെ മനക്കോട്ടകളൊക്കെ കെട്ടുവാണ്. ഈ സമയം പല്ലവി അകത്തേക്ക് വന്നു. അവ സേതു പല്ലവിയെ വരാൻ പറയാണ്. അല്ല സേതുവേട്ടന്റെ മുഖത്തെന്താ ഒരു
സന്തോഷമില്ലാമ എന്ത് പറ്റിയെന്ന് ചോദിക്കും. ഒന്നുമില്ല. ഓ, വലിയ കോടീശ്വരനായതുകൊണ്ടായിരിക്കുമല്ലേ. ഈ കോടീശ്വരന്മാരെ എനിക്ക് നമ്മളൊക്കെ വിളിച്ചാൽ നീ ഫോൺ എടുക്കുമോ പോലും. ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് കോൾ എടുക്കണം കേട്ടോ എന്ന് പറയണം. ഇത് കേട്ടോ സേതു പറഞ്ഞു, ദേ പല്ലവി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അനാവശ്യ കാര്യങ്ങളും സംസാരിക്കണ്ടെന്ന് പറയണം. അനാവശ്യ കാര്യങ്ങളോ? ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചുള്ളൂ. പൊന്നുമിടത്തിലെ പുതിയ കാർന്നവരല്ലേന്ന് ചോദിക്കും. പൊന്നുമിടത്തിലെ കാർന്നവർ മിണ്ടായിരുന്നോടെ. അതെന്താ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും പോലും. അതെ സേതുവേട്ടൻ എന്ത് പറ്റി വല്ലാത്തൊരു വിഷമം എന്നാന്ന് ചോദിക്കാം. ഞാൻ അവിടെ പോയി താമസിക്കണം പോലും. അത് മാത്രമല്ല പെങ്ങന്മാരുടെ കല്യാണം കഴിപ്പിച്ചു വിടണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പുതിയ നിബന്ധനകളാ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ആ കാര്യം. അതൊരു നല്ല കാര്യമല്ലേ. സേതുവേട്ടൻ എന്തിനാ ഇവിടെ നിൽക്കണേ? സേതുവേട്ടൻ പൊന്നുമടത്തി പോയി താമസിക്കുക, അവിടുത്തെ വെള്ളിയേട്ടനായിട്ട്, പെങ്ങന്മാരുടെ വെള്ളിയേട്ടനായിട്ട്. അതിലേ ചെയ്യേണ്ട കാര്യം. അതെല്ലാം നല്ല കാര്യം ചോദിക്കും. ഇത് കേട്ടോ സേതു പറഞ്ഞു, ഞാൻ പോത്തൊന്നുമില്ല. എനിക്ക് ആരുടെ സ്വത്തും പണമൊന്നും വേണ്ട. അല്ലെങ്കിൽ സ്വത്തിനോടും പണത്തിനോടും ഒന്നും ഈ സേതുമാധവന് യാതൊരു ആർത്തിയില്ലെന്ന് പറയണം. അതെ സേതുവേണ്ട അച്ഛനാണല്ലോ, ആ കാര്യത്തിൽ സേതുവേണ്ട വല്ല സംശയം ഉണ്ടോന്ന് ചോദിക്കും. ഇതേട്ടാ സേതു ഒന്നും മിണ്ടിയില്ല. പിന്നെ എന്താ സേതുവേട്ടാ, അവിടെ പോയി താമസിച്ചാൽ എന്താ കുഴപ്പം? അച്ഛന്റെ ആഗ്രഹമല്ലേ, അച്ഛന്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കണം. പൊന്നും മുടത്തി പോയി അങ്ങോട്ട് താമസിക്കാൻ പറയാണ്. അത് കേട്ട് കഴിഞ്ഞ് പിന്നെ സേതു ഒന്നും മിണ്ടിയില്ല. പിന്നീട് കാണിക്കുന്ന പൂർണ്ണിമ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കുറുപ്പേട്ടൻ അങ്ങോട്ട് വരുവാണ്. എന്ത് പറ്റി പൂർണ്ണിമ? സ്വത്തുക്കളൊക്കെ സേതുവിന്റെ പേരിലും കൂടെ എഴുതി വെച്ചതിന്റെ വിഷമമാണോ എന്ന് ചോദിക്കും. ഇത് കേട്ടൻ പൂർണ്ണിമ വെച്ചു, അല്ല കുറുപ്പേട്ടൻ എന്നെ കുറിച്ച് അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. എനിക്ക് ആ വിഷമമൊന്നുമില്ല. പക്ഷേങ്കില് മാധവേട്ടൻ എന്നോട് അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ലോ, ഈ വിൽപത്രത്തെക്കുറിച്ച്. അതിൻ്റെതായ ഒരു വിഷമം മാത്രം ഉണ്ടെന്ന് പറയാം. ഇത് കഴിച്ചപ്പോൾ കുറുപ്പേട്ടൻ പറഞ്ഞു, ഒരു പക്ഷെ പറയാനായിട്ട് ഇരുന്നായിരിക്കും. അതിനു മുമ്പായിരിക്കും മിക്കവാറും അങ്ങനെയൊക്കെ അപകടം സംഭവിച്ചതെന്ന് പറയാം. പറയാനാണെങ്കിൽ എന്നോട് മാധവേട്ടൻ നേരത്തെ പറയണ്ട. പിന്നെ അത് മാത്രമല്ല, ഒരു 10% മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതാർക്കാ? കുറുപ്പേട്ടൻ പറഞ്ഞു, എനിക്കും അറിയത്തില്ല. ആ വിൽപത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും മനസ്സിലാവുന്നേ, ആർക്കാന്ന് അറിയത്തില്ല. ഇത് കേട്ട പൂർണ്ണ പറഞ്ഞു, മനസ്സിലാവുമായിരിക്കും, കുറച്ചാൾ കഴിയുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവുമായിരിക്കും അല്ലേന്ന് പറയാണ്. കുറുപ്പേട്ടൻ പറഞ്ഞു, ശരിയാന്ന് പറയാണ്. ഈ സമയം ഋതുവും സ്വാതിയും അച്ഛനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഋതു പറഞ്ഞു, അയാൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ അച്ഛൻ എന്ത് പരിപാടിയാ കാണിച്ചേ. ഇതിനേക്കാളും വല്ല അനാഥാലയത്തിന് സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നതായിരുന്നു പറയാം. സ്വാതി പറഞ്ഞു, ശരിയായിട്ടുള്ള കാര്യമാണ്. ഋതു പറഞ്ഞു, ഇപ്പൊ എന്ത് ചെയ്യണമെങ്കിലും അയാളുടെ ഒപ്പ് വേണ്ടേ? അയാളുടെ ഒപ്പില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ. പെട്ടെന്ന് സ്വാതി ചോദിച്ചു, അല്ല ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണോ? എല്ലാ കാര്യത്തിലും അതെ. അയാളുടെ സൈൻ ഉണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? നല്ല കാര്യമെന്ന് വിചാരിച്ചാൽ പോരെ. അച്ഛനൊരു നല്ല കാര്യമല്ലേ ചെയ്തിരിക്കുന്നേ. നമ്മൾ നശിച്ചു പോകാനായിട്ട് അച്ഛൻ ആഗ്രഹിക്കുവോ? ഒരിക്കലും ഇല്ല. അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു പറയാം. പെട്ടെന്ന് ഋതു പറഞ്ഞു, കൂടുതലൊന്നും പറയണ്ട നീ എന്ത് പറഞ്ഞാലും അയാളുടെ ഒപ്പം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഋതു പറയണം. എന്തെയാണെന്ന് എനിക്കറിയാം. സ്വാതി പറഞ്ഞു, അല്ല ഇപ്പൊ പ്രശ്നമാവൂലോ. നമ്മുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അയാളെ തലയിട്ടിട്ടുണ്ടെങ്കിൽ. അതാ ഞാൻ പറഞ്ഞേ, ഒരു കാര്യം ചെയ്യാം, അയാളുടെ പേര് നമുക്ക് ആ വിൽപത്രത്തെ അങ്ങോട്ട് വെട്ടിമാറ്റാന്ന് പറയണേ. എങ്ങനെ? അതൊക്കെ ഉണ്ട്. ഈ ഋതുവിനോടാ കളി. ഋതു കളി പഠിപ്പിക്കാൻ പോകുന്നില്ല അയാളെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന പ്രതാപന്റെ ഋതുവും കൂടെ സംസാരിക്കുകയാണ്. പ്രതാപനോട് ഋതു പറഞ്ഞു, അതെ എങ്ങനെയെങ്കിലും അങ്കിള് അവന്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. പ്രതാപൻ പറഞ്ഞു, ശരിയാ, അവനെ അങ്ങനെ വാഴിച്ചോണ്ട് പോകാൻ പറ്റില്ല. ഏട്ടത്തെയും മക്കളും അനുഭവിക്കേണ്ട സ്വത്താണ്. വേറൊരുത്തം കൊണ്ട് ജീവിക്കാൻ സൂഹിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. അത് ശരിയാ അങ്കിളിന് ഞങ്ങളുടെ വിഷമം മനസ്സിലാവത്തില്ലേ? എന്റെ അച്ഛന്റെ സ്വത്തുക്കളാ, അതൊരു കാരണവശാൽ അയാളുടെ കൈകളിൽ പെടാൻ പാടില്ലെന്ന് പറയണം. ഇത് കേട്ടൻ പ്രതാപൻ പറഞ്ഞു, ശരിയാ, എന്തിയാണെന്ന് എനിക്കറിയാം, ഞാൻ വക്കീലിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയണം. അപ്പോഴാണ് പ്രതാപന്റെ ഫോൺ അടിച്ചത്. അയ്യോ വക്കീല. പിന്നീട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ബാ നമുക്ക് കയറി പോകാന്ന് പറയണം. അങ്ങനെ വക്കീലിനെ കാണാൻ ചെല്ലുവാണ്. വക്കീൽ ആ വിൽപത്രത്തിന്റെ കോപ്പിയെല്ലാം മറിച്ചു നോക്കി. എല്ലാം കണ്ടു പറഞ്ഞു, ആഹാ നല്ല കാര്യമാണല്ലോ എഴുതിയേക്കുന്നേ, നല്ല ഉദ്ദേശത്തോടെ എഴുതിയേക്കുന്ന കാര്യങ്ങളാ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കണം. അതല്ല വക്കീലെ, അയാള് വീട്ടിലേക്കൊന്നും വരാനും പോകുന്നില്ല, നിൽക്കാനും പോകുന്നില്ല. പിന്നെ പേപ്പേഴ്സുകളൊക്കെ സൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് അയാൾ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഞങ്ങളുമായിട്ട് ശത്രുതയില്ല, അതുകൊണ്ടാന്ന് പറയണം. ഇത് കേട്ടതും പറഞ്ഞു, അല്ല അയാളെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ, ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞാൽ അയാൾ ഒപ്പിട്ട് തരത്തില്ലെന്ന് ചോദിക്കുക. ഋതു പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെ ഒപ്പിട്ട് തരുമെന്ന് തോന്നുന്നില്ല. അയാൾ അങ്ങനത്തെ ഒരു മുഷാട്ട് പിടിച്ച സ്വഭാവമാണെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, വക്കീൽ എന്തെങ്കിലും ഒരു പഴുതുണ്ടോ എന്ന് നോക്കുക അതിനകത്ത്. കാരണം അവനെ പൂട്ടാനുള്ള എന്തെങ്കിലും ഒരു പഴുത് അതുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ അച്ഛൻ്റെ സ്വത്തുക്കൾക്ക് ഞങ്ങൾ മാത്രമായിരിക്കണം അവകാശി, വേറൊരാൾ അവകാശിയായിട്ട് വരണ്ടെന്ന് ഋതു പറയണം. ഇത് കേട്ട് ഞാൻ വക്കീൽ ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.